നമസ്കാരം. പ്രധാന വാർത്തകൾ. സർക്കാർ ഉത്തരവുകൾ യഥാസമയം ലഭിക്കുന്നില്ല. ഗ്രാമപഞ്ചായത്ത് വികസന പദ്ധതി രൂപീകരണം വൈകുന്നു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇരട്ടശമ്പളം പറ്റിയെന്ന ആരോപണം. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സിപിഎം അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ഡിവൈഎഫ്ഐ സമരം അനാവശ്യമെന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബൂബക്കർ ഹാജി. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വൈദ്യുതോൽപാദനം കേരളം ഇനി ചിന്തിക്കേണ്ടെന്ന് സിപി മുഹമ്മദ് എംഎൽഎ. ശാസ്ത്രരംഗത്തും ഹരിതവാദത്തിന് പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വി എൻ രാജശേഖരൻ. കരിമ്പുഴ പുഴയിലെ മുതലമൂർക്കൻ കടവിൽ പുനരാരംഭിച്ച തൂക്കുപാലത്തിന് നിർമ്മാണം തടസ്സപ്പെട്ടു. പ്രവൃത്തി എന്ന് പൂർത്തിയാക്കുമെന്ന് അധികൃതർക്കാർക്കും അറിയില്ല. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിൽ 1.58 കോടി രൂപയുടെ വികസന പദ്ധതി. വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം വർദ്ധിപ്പിക്കണമെന്ന വാർഡംഗങ്ങൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഗ്രാമപഞ്ചായത്തുകളിൽ വികസന പദ്ധതികളുടെ രൂപീകരണം നീണ്ടുപോകുന്നു. സർക്കാരിൽ നിന്നുണ്ടാകുന്ന ഉത്തരവുകൾ യഥാസമയം ഗ്രാമപഞ്ചായത്തുകൾക്ക് ലഭിക്കാത്തതാണ് പദ്ധതി ആസൂത്രണത്തിന് തടസ്സമാകുന്നതെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളുടെ ആരോപണം. ശ്രീകൃഷ്ണപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. 2012-2013 മുതൽ ജനകീയാസൂത്രണ വികസന പദ്ധതികളുടെ രൂപീകരണവും അംഗീകാരം നൽകലും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പതിവിലും നേരത്തെ പൂർത്തിയാക്കി പദ്ധതി പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുമെന്ന സർക്കാർ പ്രഖ്യാപനം ഈ വർഷം നടപ്പിലാവില്ലെന്നാണ് സൂചന. ഗ്രാമപഞ്ചായത്തുകൾ കരട് പദ്ധതി രേഖ തയ്യാറാക്കുകയും പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ 20 മുതൽ 30% വരെ നിരക്ക് വർധനയുള്ളതായി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഈ ഉത്തരവ് യഥാസമയം ഗ്രാമപഞ്ചായത്തുകൾക്ക് ലഭിച്ചിട്ടുമില്ല. നിരക്ക് വർധനവ് വന്നപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ തയ്യാറാക്കിയ എസ്റ്റിമേറ്റുകളും പുനർനിർണ്ണയിക്കേണ്ടി വരും. ഇക്കാരണത്താൽ പല വികസന പദ്ധതികൾക്കും കൂടുതൽ തുക വകയിരുത്തേണ്ടതായും വരും. അങ്ങനെ വരുമ്പോൾ പദ്ധതിയുടെ എണ്ണത്തിലും കുറവുണ്ടാകും. ഇത് പ്രാദേശിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ നിലവിൽ തയ്യാറാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. 2 കിലോമീറ്റർ റോഡ് നേരെയാക്കാനാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളതെങ്കിൽ അത് 1.5 കിലോമീറ്ററായി ചുരുങ്ങേണ്ടതായും വരും. നിരക്ക് വർധനവ് സംബന്ധിച്ച ഡാറ്റ ഇനിയും പല ഗ്രാമപഞ്ചായത്തുകൾക്കും ലഭിച്ചിട്ടുമില്ല. ബ്ലോക്ക് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ ചേർന്നാണ് നിരക്ക് വർധന സംബന്ധിച്ചുള്ള ഡാറ്റ തയ്യാറാക്കേണ്ടത്. മിക്ക ഗ്രാമപഞ്ചായത്തുകളിലും എഞ്ചിനീയർമാരുടെയും ഓവർസിയർമാരുടെയും തസ്തിക ഒഴിഞ്ഞാണ് കിടക്കുന്നത്. ഈ സാഹചര്യത്തിൽ പദ്ധതി രൂപീകരണവും അംഗീകാരം ലഭിക്കലും ഉൾപ്പെടെയുള്ളവ അടുത്ത മാസം അവസാനത്തോടെ മാത്രമേ പൂർത്തിയാക്കാനാവൂ. തുടർന്നുള്ള ടെൻഡർ നടപടികൾ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കാൻ വീണ്ടും 1 മാസമെങ്കിലും എടുക്കും. ഈ പദ്ധതികളുടെ പ്രവർത്തനം മാർച്ച് 31-നകം പൂർത്തിയാക്കാൻ കഴിയാതെ വരികയും ഗ്രാമപഞ്ചായത്തുകൾക്ക് തുക നഷ്ടമാവുകയും ചെയ്യുന്ന പഴയ സാഹചര്യം തന്നെ ഈ വർഷവും ഉണ്ടാകും. സാമ്പത്തിക വർഷം നമ്മുടെ പഞ്ചായത്തുകളുടെ പദ്ധതി പ്രവർത്തനങ്ങൾ ലക്ഷ്യം കൈവരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. 2012-13 വർഷത്തെ പദ്ധതികളുടെ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെയേറെ മുൻപ് തന്നെ എല്ലാം തയ്യാറാക്കിയിരുന്നു. ഏറെക്കുറെ ഓഗസ്റ്റ് മാസത്തിൽ മിക്കവാറും പഞ്ചായത്തുകളുടെ വികസന സെമിനാറുകൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചുകൊണ്ട് പദ്ധതിയുടെ ഒരു ഘടനയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ ചില നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പല പഞ്ചായത്തുകളിലും 4-5 പഞ്ചായത്തുകൾക്ക് ഒരു AE-യാണ് നിയമിച്ചിട്ടുള്ളത്. ഓവർസിയറുടെ തസ്തികകൾ പലയിടത്തും ഒഴിഞ്ഞിറക്കിയാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ആളുകളുടെ എണ്ണത്തിന്റെ കുറവ് എല്ലാം ഉൾപ്പെടെ ഈ പ്രശ്നങ്ങൾക്ക് വലിയൊരു കാരണമായി തീർന്നിട്ടുണ്ട്. ഇരട്ടശമ്പളം പറ്റിയ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബൂബക്കർ ഹാജി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും വരെ സമരമെന്ന ഡിവൈഎഫ്ഐ. ഇരട്ടശമ്പളം പറ്റിയ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബൂബക്കർ ഹാജി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ വി രമേശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇരട്ടശമ്പളം പറ്റിയതിന് തെളിവുണ്ടെന്നും അബൂബക്കർ ഹാജി രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്നും വി രമേശൻ പറഞ്ഞു. 3 ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നിട്ടുള്ള വിവരാവകാശ രേഖ വെച്ചുകൊണ്ടാണ് ഈ സമരം ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ പത്രക്കാർ ചോദിച്ചു, എന്താണ് തെളിവുള്ളത്? അബൂബക്കർ ഹാജി നിരന്തരമായി പത്രസമ്മേളനം വിളിച്ച് നാണവും മാനവും ഇല്ലാതെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വാങ്ങിയിട്ടില്ല. അബൂബക്കർ ഹാജി വാങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ നല്ല തെളിവ് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുക. ഇതാ ഈ 3 വിവരാവകാശവും ഞങ്ങൾ വാങ്ങിയതാണ്.
ഈ 3 വിവരാവകാശവും ആർക്ക് വേണമെങ്കിലും ഇതിന്റെ കോപ്പി എടുത്തു തരാൻ ഞങ്ങൾ തയ്യാറാണ്. അബൂബക്കർ ഹാജി വാങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല, നവംബർ മാസം 2010 നവംബർ മാസം 1-ാം തീയതിയാണ് അബൂബക്കർ ഹാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റത്. ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് സെക്രട്ടറി ടി നൌഷാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം വി ജ്യോതിഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് യു അജയൻ, ബ്ലോക്ക് പ്രസിഡന്റ് എം പി അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ഗോവിന്ദപ്രസാദ്, വി മുഹമ്മദ് ഹനീഫ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ബോർഡ് യോഗം നടക്കുന്നതിനിടെയായിരുന്നു ഡിവൈഎഫ്ഐയുടെ മാർച്ച്. CPM അംഗങ്ങൾ ബോർഡ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നു മാർച്ചിൽ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ നടത്തിയ സമരം അനാവശ്യമാണെന്ന പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി. ഡിവൈഎഫ്ഐ സമരം നടത്തിയതുകൊണ്ട് രാജിവെക്കില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിയമങ്ങളും ചട്ടങ്ങളും തന്റെ സ്ഥാനത്തിന് തടസ്സമാവുന്നില്ലെന്നും രാജിവെക്കേണ്ട കാര്യമില്ലെന്നും അബൂബക്കർ ഹാജി പറഞ്ഞു. നിയമാനുസരണമുള്ള തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ ഭംഗം വരുത്താതെ ജീവിതമാർഗമെന്ന നിലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർക്ക് മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്നത് തടയേണ്ടതില്ല എന്ന് പഞ്ചായത്ത് രാജ് ആക്ട് നിയമങ്ങളിലും ചട്ടങ്ങളിലും ഉണ്ടെന്നും ഭരണതലവന്മാർ മറ്റൊരു തൊഴിലിൽ ഏർപ്പെട്ടാൽ അത് തടയുന്നതിനോ ശിക്ഷിക്കുന്നതിനോ ഈ വ്യവസ്ഥയിൽ നിയമം ഇല്ലെന്നും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി പറഞ്ഞു. അർഹമായ അവധി ശമ്പളമാണ് താൻ വാങ്ങിയതെന്നും ഇത് ഒരു ചട്ടത്തിനും വിരുദ്ധമല്ലെന്നും സ്കൂളിൽ പോവാതെ കള്ള ഒപ്പിട്ട് ശമ്പളം പറ്റിയിട്ടില്ലെന്നും അബൂബക്കർ ഹാജി പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ രാജ്യാവശ്യവും സമരവും അനാവശ്യമാണെന്നും താൻ രാജിവെക്കേണ്ട കാര്യമില്ലെന്നും അബൂബക്കർ ഹാജി വ്യക്തമാക്കി. അതാത് സ്ഥാപനങ്ങളിലെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥരാണ് ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള നിലക്ക്, അതായത് ഫുൾ ടൈം അതോറിറ്റി പ്രവർത്തിക്കണമെങ്കിൽ പോലും ഇവർക്ക് മതിയായ ശമ്പളം കൊടുക്കാൻ സർക്കാരിന് സാധ്യമല്ലാത്തതിനാൽ അവർ മറ്റ് തൊഴിൽ ഏർപ്പെടുന്നതിന് അല്ലെങ്കിൽ അത് തടയുന്നതിനോ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് നിയമത്തിൽ ആ പേര് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള അനുസരിച്ച് ഞാൻ രാജിവെക്കേണ്ട ആവശ്യമില്ല. എനിക്കതാണ് കാര്യമായിട്ട് ന്യൂസിലോട് പറയാനുള്ളത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2012-2013 വർഷത്തെ വികസന പദ്ധതി കരട് രേഖയ്ക്ക് ചൊവ്വാഴ്ച ചേർന്ന ബ്ലോക്ക് പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ അംഗീകാരം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടക്കുമ്പോഴായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ബോർഡ് യോഗം നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ബോർഡ് യോഗം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ചും നടത്തിയത്. 2012-13 വർഷത്തെ വികസന പദ്ധതിയുടെ കരട് രേഖയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ അംഗീകാരം നൽകി. ഇരട്ട ശമ്പളം പറ്റിയ പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പി ഗോവിന്ദപ്രസാദിന്റെ നേതൃത്വത്തിൽ CPM അംഗങ്ങൾ ബോർഡ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി, വൈസ് പ്രസിഡന്റ് C അംബുജാക്ഷി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ശാസ്ത്രരംഗത്തും ഹരിതവാദത്തിന് ഏറെ പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിതെന്ന് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ VN രാജശേഖരൻ പിള്ള പറഞ്ഞു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ബയോ ഡീസൽ പൈലറ്റ് പ്ലാന്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയെ മറന്നുള്ള ഒരു ശാസ്ത്രത്തിനും ഇന്ന് നിലനിൽപ്പില്ല. പ്രകൃതി സൗഹാർദ്ദമായ പ്രവർത്തനങ്ങളാണ് സുസ്ഥിര വികസനത്തിന് ഏറ്റവും അനുയോജ്യമെന്നും ഡോക്ടർ VN രാജശേഖരൻ പിള്ള അഭിപ്രായപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ, ഗവേഷണം ചെയ്യുമ്പോൾ ലോകത്തിലെ അതിന്റെ ഏറ്റവും മുമ്പിലുള്ള രീതിയിലുള്ള ഫോർ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ തിയറിയും ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ഗവേഷണം ചെയ്യുന്നു. ആ ഗവേഷണം ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഗവേഷണത്തിന് ഞാൻ നിൽക്കുന്ന മണ്ണിൽ, ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഏത് ഗവേഷണത്തിലും ഉണ്ടാകും. നമ്മൾ നിൽക്കുന്ന മണ്ണിൽ, നമ്മുടെ മണ്ണിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഏതൊരു ശാസ്ത്ര പ്രവർത്തനത്തിനും ഒരു സാങ്കത്യം ഉണ്ടാകും. അതുകൂടി മനസ്സിലാക്കണം. അവസരവും നല്ല സൗകര്യവും ലഭ്യമായാൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും ഗവേഷണ രംഗത്ത് ആഗോള പ്രശസ്തി നേടിയെടുക്കാൻ കഴിയുമെന്നും രാജശേഖരൻ പിള്ള കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ഡോക്ടർ P വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. CP മുഹമ്മദ് MLA മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ MP രവീന്ദ്രകുമാർ, വൈസ് പ്രിൻസിപ്പൽ R മുരളീധരൻ, ഡോക്ടർ S സുഗുണൻ, ഡോക്ടർ M രവീന്ദ്രൻ, ഡോക്ടർ NN ബിനിത, ഡോക്ടർ MR രശ്മി, PN ദിവ്യ എന്നിവർ സംസാരിച്ചു. കോളേജിലെ ഹരിത രസതന്ത്ര ഗവേഷണ വിഭാഗമാണ് ഉപയോഗിച്ച ഭക്ഷ്യ എണ്ണ ബയോഡീസലാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുന്നത്. ഒഴിവാക്കുന്ന ഭക്ഷ്യ എണ്ണയെ കാട്ടാവണയ്ക്ക എന്ന ചെടിയുടെ വിത്ത് ഉപയോഗിച്ച് വിവിധ രാസപ്രക്രിയകൾ നടത്തി പരിസ്ഥിതി സൗഹൃദ ഇന്ധനമായ ബയോഡീസൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാണ് പൈലറ്റ് പ്ലാന്റ്. ഒറ്റത്തവണ 15 ലിറ്റർ ബയോഡീസലാണ് പ്ലാന്റിലെ ഉൽപാദനശേഷി. കേന്ദ്ര പദ്ധതിയിൽ നിന്നും ലഭിച്ച 46.69 ലക്ഷം രൂപ ധനസഹായത്തോടെയാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വൈദ്യുതി ഉൽപ്പാദനത്തെപ്പറ്റി കേരളം ഇനി ചിന്തിക്കേണ്ടതില്ലെന്ന് CP മുഹമ്മദ് MLA. പ്രസരണ നഷ്ടം ഒഴിവാക്കിയാൽ തന്നെ കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാനാവുമെന്നും MLA പറഞ്ഞു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ബയോ ഡീസൽ പൈലറ്റ് പ്ലാന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു MLA.
വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് പറയാതിരിക്കുകയാണ് വേദം. ഇപ്പോഴും നമ്മുടെ വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിക്കുന്ന ഭരണ നേതൃത്വത്തിന്റെ കണ്ണ് പ്രത്യേകിച്ചും കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളിലാണ്. നമ്മുടെ പൂർവികന്മാരെ നമുക്ക് തിരുശേഷിപ്പായി അവശേഷിപ്പിച്ച ഈ നാട്ടിൽ ഇന്ന് ബാക്കിയുള്ള വനങ്ങൾ പോലും നദീതടങ്ങൾ പോലും നശിപ്പിക്കാനുള്ള ആസുരമായ ചിന്തയാണ് അതിൻ്റെ പിന്നിലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മധ്യപൗരസ്ത്യ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലോ പല രാജ്യങ്ങളിലും ജലവൈദ്യുത പദ്ധതികൾക്ക് ഒരു സാധ്യതയുമില്ല. നദികൾ പോലും ഇല്ലാത്ത രാജ്യത്ത് അവിടെയും വൈദ്യുതി ഉപയോഗമുണ്ട്. പക്ഷെ അവർ ആ വൈദ്യുതി ഉപയോഗത്തിന് പാരമ്പര്യ ഊർജ സ്രോതസ്സുകളും അതുപോലെ പ്രകൃതിയിലെ മറ്റു സാധ്യതകളും കണ്ടെത്തി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. വാർത്തകൾ തുടരുന്നു. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി എം.കെ. മുനീർ നയിക്കുന്ന ഗ്രാമയാത്രയുടെ മുന്നോടിയായി മണ്ണറക്കാട് പ്രത്യേക സഭ ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. റഫീഖ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, സ്ത്രീകൾ, യുവാക്കൾ, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിങ്ങനെ പ്രത്യേക വിഭാഗങ്ങളാക്കി തിരിച്ചായിരുന്നു ഗ്രാമസഭ ചേർന്നത്. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ആവശ്യങ്ങളും പ്രശ്നങ്ങളും രേഖപ്പെടുത്തി മന്ത്രിയുടെ ഗ്രാമയാത്രയിൽ സമർപ്പിക്കാനുമുള്ള സൗകര്യവും കൂടിയാണ് ഈ ഗ്രാമസഭ. നിരവധി പരാതികളാണ് ഗ്രാമസഭയിൽ നിന്നുണ്ടായതെന്ന് നേതൃത്വം നൽകുന്നവർ പറഞ്ഞു. വാർഡംഗം മാസിദ സത്തർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എം.കെ. സുബൈദ, റംലത്ത്, ആമിനക്കുട്ടി, ഡെയ്സി, ജ്യോതി, റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ആവശ്യകത നമുക്ക് ഉന്നയിക്കാവുന്നതാണ്. അത് ഇന്നോ നാളെ കിട്ടുന്നല്ലോ. അപ്പൊ നമുക്കൊരു സജഷൻ വേണം. ഇത് നമുക്ക് നമ്മുടെ മക്കൾക്കും നമ്മൾ വരാൻ പോകുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്താം. കരിമ്പുഴ പുഴയിലെ മുതലമൂർക്കൻ കടവിൽ പുനരാരംഭിച്ച തൂക്കുപാലത്തിന് നിർമ്മാണം വീണ്ടും തടസ്സപ്പെട്ടു. പില്ലറുകളുടെയും റോപ്പിന്റെയും പണികളാണ് നിലവിൽ നടത്തിക്കഴിഞ്ഞത്. തൂക്കുപാലത്തിന്റെ നിർമ്മാണം എന്ന് പൂർത്തിയാക്കാനാകുമെന്നതിനെക്കുറിച്ച് ഇനിയും വ്യക്തതയില്ല. സംസ്ഥാനത്ത് വിവിധ കടവുകളിലായി അനുവദിച്ച 33 തൂക്കുപാലങ്ങളിൽ ഒന്നാണ് കരിമ്പുഴ പുഴയിലെ മുതലമൂർക്കൻ കടവിലേത്. മലപ്പുറത്തുണ്ടായ തോണി അപകടത്തെ തുടർന്നാണ് തൂക്കുപാലത്തിനുള്ള അനുമതി ലഭിച്ചത്. 1,56 ലക്ഷം രൂപയാണ് തൂക്കുപാലം നിർമ്മാണത്തിനായി അനുവദിച്ചത്. പില്ലറുകളുടെ നിർമ്മാണം വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനായി. എന്നാൽ റോപ്പ് വേ ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണത്തിനാവശ്യമായ ഉപകരണങ്ങൾ ലഭിക്കാത്തത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാലതാമസമുണ്ടാക്കിയിരുന്നു. ഗ്രാമപഞ്ചായത്തുകളുടെയും ജനങ്ങളുടെയും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് 6 മാസത്തോളം തടസ്സപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ 1 മാസം മുൻപാണ് പുനരാരംഭിച്ചത്. എന്നാൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല. 6 മാസം കൊണ്ട് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നാണ് കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. കരിമ്പുഴ, വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ തൂക്കുപാലം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം തൂക്കുപാലത്തിനായി കൊണ്ടുവന്ന പല സാധനങ്ങളും സമീപവാസികൾക്ക് ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നതായും പരാതിയുണ്ട്. നിർമ്മാണ രംഗത്ത് പ്രശസ്തരായ കരാറുകാർക്ക് തൂക്കുപാലത്തിന്റെ നിർമ്മാണം ഉടൻ തന്നെ പൂർത്തിയാകാനാകുമെന്നു തന്നെയാണ് ജനങ്ങളുടെ പ്രതീക്ഷ. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 1.58 കോടി രൂപയുടെ വാർഷിക പദ്ധതിക്ക് വികസന സെമിനാർ അംഗീകാരം നൽകി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് വികസന സെമിനാറിൽ ആവശ്യമുയർന്നു. റോഡും കുടിവെള്ളവും പോലുള്ള വികസന പ്രവർത്തനങ്ങളാണ്. ആ വികസന പ്രവർത്തനങ്ങൾക്ക് നാം ആഗ്രഹിച്ച രീതിയിലുള്ള ഫണ്ട് ഞങ്ങൾക്ക് വകയിരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വീഡിയോ സൂചിപ്പിച്ചു, വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കും ഉൽപാദന മേഖലയ്ക്കും ഊന്നൽ നൽകിയുള്ള പദ്ധതിയാണ് അവതരിപ്പിച്ചത്. എല്ലാവർക്കും വീട് എന്ന പാർപ്പിട പദ്ധതിക്ക് ജനറൽ എസ് വിഭാഗങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം നൽകും. ഈ വർഷം 376 വീടുകൾ നിർമ്മിക്കും. കേന്ദ്ര, സംസ്ഥാന, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. റോഡ് വികസനത്തിന് ഓരോ പഞ്ചായത്തിനും 9 ലക്ഷം രൂപ വീതം നൽകാനും വികസന സെമിനാറിൽ തീരുമാനമായി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ഗൗരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എ. കെ. കുമാരൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ. ഭാസ്കരൻ, ടി. ഹരിദാസ്, കെ. ശ്രീവത്സൻ, പ്രീത മോഹൻദാസ്, വി. ലതിക, അബ്ദുറഹിമാൻ എന്നിവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ ഉപജില്ലാ കായികമേള ബുധനാഴ്ച സമാപിക്കാനിരിക്കെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ തൂത ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നിട്ട് നിൽക്കുന്നു. UP വിഭാഗത്തിൽ ആനമങ്ങാട് AUP സ്കൂളാണ് മുന്നിട്ട് നിൽക്കുന്നത്. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കായികമേള 2ാം ദിവസം പിന്നിട്ടു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളുടെ 100, 400, 600, 1500, 3000 മീറ്റർ ഓട്ട മത്സരങ്ങളും ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ട്രിപ്പിൾ ജമ്പ്, 4x100 മീറ്റർ റിലേ, ഡിസ്കസ് ത്രോ, ഷോട്ട് പുട്ട് മത്സരങ്ങളുമാണ് 2ാം ദിവസം നടന്നത്.
കായികമേള രണ്ടാം ദിവസം പിന്നിട്ടപ്പോൾ UP വിഭാഗത്തിൽ ആനമങ്ങാട് AUP സ്കൂളാണ് മുന്നിട്ട് നിൽക്കുന്നത്. പൂവത്താണി AM UP സ്കൂളാണ് തൊട്ടുപിറകിൽ. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ തൂത ദാറുലും ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇതേ വിഭാഗങ്ങളിൽ ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത്. കായികമേളയുടെ സമാപന ദിവസമായ ബുധനാഴ്ച 40 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. കണ്ടുപിടുത്തങ്ങളുടെയും പ്രദർശനങ്ങളുടെയും നിറവിൽ ഷൊർണൂർ ഉപജില്ലാ ശാസ്ത്രമേള സമാപിച്ചു. 2 ദിവസം നീണ്ടുന്ന മേളയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഷൊർണൂർ മുനിസിപ്പൽ ചെയർമാൻ MR മുരളി നിർവഹിച്ചു. കരവിരുതൊരുക്കിയ ദൃശ്യവിസ്മയങ്ങളായിരുന്നു ഷൊർണൂർ ഉപജില്ലാ ശാസ്ത്രമേളയിൽ കണ്ടത്. പുതിയ പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളുമായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങൾ തിളങ്ങിയപ്പോൾ LP വിഭാഗത്തിന്റെ പ്രദർശനങ്ങളും ശ്രദ്ധേയമായിരുന്നു. വിവിധ തരത്തിലുള്ള കിളിക്കൂടുകളും ഒരു കാലത്ത് മനുഷ്യജീവിതത്തിന് അനിവാര്യമാവുകയും ഇന്ന് അന്യമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പുരാവസ്തുക്കളുടെ ശേഖരം ഏവരുടെയും അഭിനന്ദനം ഏറ്റുവാങ്ങി. വിവിധ വാഴപ്പഴങ്ങൾ മുതൽ വാഴ കൊണ്ടുണ്ടാക്കാവുന്ന കളിപ്പാട്ടങ്ങൾ വരെ പ്രദർശനത്തിൽ സ്ഥാനം പിടിച്ചു. തെങ്ങിൽ നിന്നുള്ള ഓലയും ഓല കൊണ്ടുണ്ടാക്കാവുന്ന ഉപകരണങ്ങളുമായി വിദ്യാർത്ഥികളെത്തി. പാചകവാത ഗ്യാസ് ക്ഷാമം പറഞ്ഞ് മുറവിളി കൂട്ടുന്നവർക്ക് ഒരു കുഞ്ഞു ഓർമ്മപ്പെടുത്തലായി വന്ന കൊച്ചുമിടുക്കർ തെങ്ങ് വളർത്തു ഇന്ധനം ലഭിക്കൂ എന്ന സന്ദേശം നൽകാനും മറന്നില്ല. തലസ്ഥാന നഗരിയിലെ മാലിന്യ പ്രശ്നമായിരുന്നു ശാസ്ത്രനാടകത്തിലൊന്നിലെ പ്രമേയം. രണ്ടു ദിവസമായി നടന്നുവന്ന മേളയാണ് ചൊവ്വാഴ്ച സമാപിച്ചത്. മോഷ്ടാക്കളെ കുടുക്കാനുള്ള ഇൻഫ്രാറെഡ് മോഷൻ ഡിറ്റക്ടറും ഓട്ടോമാറ്റിക് റെയിൽവേ ഗേറ്റുമൊക്കെയായി കുട്ടികളുടെ കണ്ടുപിടുത്തങ്ങൾ ശ്രദ്ധേയമായി. ഷൊർണൂർ ഉപജില്ലാ ശാസ്ത്രമേളയിലും കണ്ടത് വ്യത്യസ്ത കാഴ്ചകളായിരുന്നു. വീടുകളിലും സ്ട്രോങ് റൂമുകളിലും എത്തുന്ന മോഷ്ടാക്കളെ കൊടുക്കാനുള്ള കണ്ടുപിടുത്തവുമായിട്ടാണ് ഷൊർണൂർ സെന്റ് തെരേസസ് സ്കൂളിലെ കുട്ടികൾ ശാസ്ത്രമേളയ്ക്കെത്തിയത്. ഇത് ഇൻഫ്രാറെഡ് മോഷൻ ഡിറ്റക്ടർ. ഇൻഫ്രാറെഡ് ഡയസ്, സെൻസർ, LED, ബസർ, മൈക്രോ കൺട്രോളർ എന്നിവ ഉപയോഗിച്ചാണ് ഇൻഫ്രാറെഡ് മോഷൻ ഡിറ്റക്ടറിന്റെ നിർമ്മാണം. പ്രത്യേകം ക്രമീകരിച്ച ദൂരപരിധിക്കുള്ളിൽ ആളെത്തിയാൽ മോഷൻ ഡിറ്റക്ടറിൽ നിന്നും പ്രവഹിക്കുന്ന ഇൻഫ്രാറെഡ് രശ്മികൾ സ്പർശിക്കുകയും പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇതിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് സെന്റ് തെരേസസ് സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ ശ്വേത രവിയും ഗായത്രിയും പറയുന്നതിങ്ങനെ: ഇത് ഇൻഫ്രാറെഡ് മോഷൻ ഡിറ്റക്ടറാണ്. ഇതിന് സെക്യൂരിറ്റി അങ്ങനത്തെ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിൽ ഇൻഫ്രാറെഡ് ഡയോഡ് പറഞ്ഞൊരു സബ്സ്റ്റൻസ്, അത് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ബീം പാത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിന് മുമ്പിൽ വേറെ ആരെങ്കിലും നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ ലൈറ്റിന്റെ പാത്തിന് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ആയിട്ട് വരികയാണെങ്കിൽ ഇത് മോഷൻ ഡിറ്റക്ട് ചെയ്യും. അത് ഡിറ്റക്ഷന് സൗണ്ടും ലൈറ്റും ആയിട്ടാണ് പ്രൊഡ്യൂസ് ആവുന്നത്. ആളില്ല ലെവൽ ക്രോസിൽ ട്രെയിനിടിച്ച് അപകടങ്ങൾ വർദ്ധിക്കുന്ന ഇക്കാലത്ത് ഓട്ടോമാറ്റിക് റെയിൽവേ ഗേറ്റാണ് ഷൊർണൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ ആതിഥേയത്വം വഹിക്കുന്ന വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആഷിഖും സുഫൈനയും ചേർന്നൊരുക്കിയത്. റെയിൽവേ ഗേറ്റിന്റെ 5 കിലോമീറ്റർ മുമ്പും ഗേറ്റിന്റെ 2 കിലോമീറ്റർ അപ്പുറവും ഓരോ ഇൻഫ്രാറെഡ് സെൻസറുകൾ സ്ഥാപിക്കുന്നു. ഇൻഫ്രാറെഡ് സെൻസേഴ്സിൽ ഇൻഫ്രാറെഡ് ട്രാൻസ്മീറ്ററും ഇൻഫ്രാറെഡ് റിസീവറും ഉപയോഗിച്ചിരിക്കുന്നു. തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫ്രാറെഡ് സെൻസറുകളുടെ പ്രവർത്തനം ട്രെയിൻ കടന്നു വരുമ്പോൾ നിശ്ചലമാവുകയും ഗേറ്റ് അടയുകയും ചെയ്യും. ഇതേസമയം ട്രെയിനിന് പച്ച സിഗ്നലും മറ്റു വാഹനങ്ങൾക്ക് ചുവപ്പ് സിഗ്നലും തെളിയുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഇതില് എല്ലാം ഓട്ടോമാറ്റിക്കാണ് നടക്കുന്നത്. ഇതിൽ 2 ഇൻഫ്രാറെഡ് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. റെയിൽവേ ഗേറ്റിന് 5 കിലോമീറ്റർ മുമ്പ് ഫസ്റ്റ് സെൻസർ വെച്ചിട്ടുണ്ട്. അത് ട്രെയിനിന്റെ അറൈവൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ റോഡിന് 1 കിലോമീറ്റർ ശേഷം ട്രെയിൻ പോയോ എന്നറിയാനുള്ള ഒരു സെൻസറും വെച്ചിട്ടുണ്ട്. ഇതിൽ ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ആണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇൻഫ്രാറെഡ് റിസീവറും ഉണ്ട്, ഇൻഫ്രാറെഡ് ട്രാൻസ്മിറ്ററും ഉണ്ട്. ഇത് ഈ ഇൻഫ്രാറെഡ് കണ്ടിന്യൂസ് ആയിട്ട് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ഇൻഫ്രാറെഡ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ വരുമ്പോൾ ഇൻഫ്രാറെഡ് കട്ടാവും. അതിൽ ഇൻഫ്രാറെഡ് കട്ടാവുമ്പോൾ ട്രെയിനിന്റെ ഗേറ്റ് സാധാരണ ഗതിയിൽ ക്ലോസ് ആവുകയും അതിൽ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ സിഗ്നൽസിൽ ഗ്രീൻ സിഗ്നലും ഇവിടെ റെഡ് സിഗ്നലും റോഡ് യൂസേഴ്സിന് കാണിക്കും. അത് കഴിഞ്ഞ് ട്രെയിൻ കടന്നു പോയതിനു ശേഷം ഗേറ്റിൽ നിന്ന് കടന്നു പോയതിനു ശേഷം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സെൻസർ വെച്ചിട്ടുണ്ടാവും. ആ സെൻസറിലും ഇതേമാതിരി കട്ടാവുമ്പോൾ ട്രെയിൻ റെയിൽവേ ഗേറ്റ് തുറക്കുകയും ചെയ്യും, യൂസേഴ്സിന് പുറത്തേക്ക് പോവുകയും ചെയ്യാം. ആരോഗ്യം മെച്ചം ഊർജ്ജം മിച്ചം എന്ന സന്ദേശവുമായിട്ടാണ് വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ തന്നെ അഖിലും അനൂപും രംഗത്തെത്തിയത്. വൈദ്യുതി ഉപയോഗിക്കാതെ മോട്ടോർ പ്രവർത്തിച്ച് വെള്ളമടിക്കുന്ന വിദ്യ. മോട്ടോറിലെ വൈൻഡിംഗ് ഭാഗം ഒഴിവാക്കി അതിലെ ഷാഫ്റ്റിൽ കപ്പി പിടിപ്പിച്ച് കപ്പിയിലൂടെ ബെൽറ്റ് പഴയ സൈക്കിളിന്റെ പിൻ ടയർ മാറ്റി റിമ്മുമായി ബന്ധിപ്പിക്കുന്നു. സൈക്കിൾ ചവിട്ടിയാൽ വെള്ളമെത്തി.
വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനുള്ള കണ്ടുപിടുത്തം. ഈ വൈദ്യുതി ഉപയോഗിച്ചിട്ട് ഇത് ചവിട്ടുന്നതിന്റെ ഫലമായിട്ട് ഈ ഇതുണ്ടാവുന്നതോടൊപ്പം ഈ സൈക്കിൾ ചവിട്ടുന്നത് ആരോഗ്യം നന്നാക്കാൻ ഇത് ഉപയോഗപ്രദമാണ്. അതുപോലെ ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ വൈദ്യുതി കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പരിധി വരെയുള്ള വൈദ്യുതി ഇതിൽ നിന്ന് ലാഭമാക്കാൻ ഇതുവഴി സാധിക്കും. ഇത്തരം കണ്ടുപിടുത്തങ്ങളുമായി എത്തുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനോ മറ്റോ മാറി വരുന്നെത്തുന്ന സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം. ആ പ്രവണത മാറിയാൽ ഈ പുതുതലമുറകളിൽ നിന്നും നമുക്കൊരുപാട് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പുതിയ കണ്ടുപിടുത്തങ്ങളുമായി പുതുതലമുറ ഷൊർണൂർ ഉപജില്ലാ ശാസ്ത്രമേളയിൽ സജീവമായപ്പോൾ ഒരു അധ്യാപകൻ ഒരുക്കിയത് സഞ്ചരിക്കുന്ന പരീക്ഷണശാലയാണ്. എഴുപന്തല ENUP സ്കൂളിലെ അധ്യാപകനായ പ്രതാപനാണ് സഞ്ചരിക്കുന്ന പ്രദർശനശാല ഒരുക്കിയത്. ഒരൽപ്പം കട്ടിയായ സയൻസിലെ ശാസ്ത്രീയ തത്വങ്ങൾ മാജിക്കിലൂടെയും മറ്റും ലളിതമായി ആവിഷ്കരിക്കുകയാണ് കൊപ്പം എഴുപന്തല ENUP സ്കൂൾ അധ്യാപകനായ പ്രതാപൻ ചെയ്യുന്നത്. ENUP സ്കൂളിലെ 20ഓളം വിദ്യാർത്ഥികളുമായാണ് പ്രതാപൻ സഞ്ചരിക്കുന്ന പരീക്ഷണശാലയുണ്ടാക്കിയത്. സയൻസ് പുസ്തകത്തിലെ കടുപ്പമുള്ള പലതും പ്രതാപന്റെ കുട്ടികൾക്ക് ലളിതം. വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുമെന്നും സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുമെന്ന തത്വം സഞ്ചരിക്കുന്ന പരീക്ഷണശാല അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. കുരങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല, വികൃതിയായ കുരങ്ങാതെ ഓടിക്കൊണ്ടിരിക്കുന്നു, യാതൊരു ഭാവമില്ല. അതേസമയം ഞാൻ ചോറ് കൊടുക്കാൻ കുരങ്ങനെ ഓടി താരിയിലേക്ക് വരുന്നു. ഈ ഉപകരണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും എന്ന കാര്യം. കാരണം ഇതിനുള്ളിൽ കാന്തങ്ങളാണ്. കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. മീനുകൾ വളരെ ഉണ്ടാക്കാം, ഏത് ഉപകരണം. അപ്പോൾ കാന്തത്തിന്റെ ശക്തിയെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന, അധ്യാപകർ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു ടീച്ചിങ് ഏതാണ്. കുട്ടികൾക്ക് പരീക്ഷണത്തിനായി അധ്യാപകർക്ക് പുതിയ ഉപകരണങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്നും അതിനാൽ കുട്ടികൾക്ക് വ്യക്തിപരമായി പരീക്ഷണങ്ങൾ നടത്താൻ കഴിയുന്നില്ലെന്നുമാണ് ഈ അധ്യാപകൻ പറയുന്നത്. ഈ സഞ്ചരിക്കുന്ന പരീക്ഷണശാലയുമായി അടുത്തുള്ള വിദ്യാലയങ്ങളിലും ഇവർ സന്ദർശനം നടത്താറുണ്ട്. ഒറ്റപ്പാലം ഉപജില്ലാ ശാസ്ത്രമേളയിൽ ലോഹത്തകിടിലെ കൊത്തുപണി വേറിട്ട കാഴ്ചയായി. കുളത്തിലെ അരയന്നവും പൂന്തോട്ടത്തിലെ പെൺകുട്ടിയുമായിരുന്നു ഈ കലാകാരന്മാരുടെ വിഷയം. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ 23 വിദ്യാർത്ഥികളാണ് ലോഹത്തകിടിലെ കൊത്തുപണി വിഭാഗത്തിൽ മത്സരിച്ചത്. LP, UP വിഭാഗങ്ങൾക്ക് പൂന്തോട്ടത്തിലെ പെൺകുട്ടിയും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുളത്തിലെ അരയന്നവുമാണ് വിഷയമായി നൽകിയത്. അലുമിനിയത്തിന്റെ കറുത്ത ഷീറ്റിൽ നൽകിയ ചെറിയ ഇരുമ്പ് കൊണ്ടുള്ള ഉപകരണമാണ് ചിത്രമാക്കി മാറ്റാൻ ഇവർ ഉപയോഗിക്കുന്നത്. കൃത്യമായി ചെറിയ ചെറിയ കുത്തുകൾ ഉണ്ടാക്കി ചിത്രം മെനയുന്നു. LP, UP വിഭാഗങ്ങളിലെ ലോഹത്തകിടിലെ കൊത്തുപണി ഉപജില്ലാ മേളയിൽ ശ്രദ്ധേയമാവുകയും ചെയ്തു. ഒറ്റപ്പാലം ഉപജില്ലാ ശാസ്ത്രമേളകൾ ബുധനാഴ്ച സമാപിക്കും. ഉപജില്ലയിലെ 670 വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മേളയിൽ മാറ്റുരച്ചത്. 58 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പ്രവൃത്തി പരിചയ ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര, IT മേളയിൽ പങ്കെടുത്തു. 35 ഇനങ്ങളിലായാണ് മത്സരം നടന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ ഇനങ്ങൾ നിലവാരം പുലർത്തി. പായനെയ്ത്തും ചൊക്കു നിർമ്മാണവും, പാചകം, മരപ്പണി, കയറുൽപ്പന്ന നിർമ്മാണം, കളിമൺ പാത്ര നിർമ്മാണം, വല നിർമ്മാണം തുടങ്ങി 35 ഇനങ്ങളിലാണ് മത്സരമുണ്ടായത്. ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന മത്സരങ്ങളുടെ സമാപനം അനങ്ങനേടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് K. നഫീസ ഉദ്ഘാടനം ചെയ്യും. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിന്റെ 43ാമത് സ്ഥാപക ദിനം ചൊവ്വാഴ്ച ആഘോഷിച്ചു. നവംബർ 6-നാണ് സ്ഥാപക ദിനം. ആഘോഷങ്ങളുടെ ഭാഗമായി KSFE ശാഖാ ഓഫീസുകളിൽ പ്രത്യേക പരിപാടികൾ നടന്നു. 1969 നവംബർ 6-ന് തൃശൂർ ആസ്ഥാനമായാണ് KSFE പ്രവർത്തനം ആരംഭിക്കുന്നത്. 45 ജീവനക്കാരും 10 ശാഖകളും 2 ലക്ഷം രൂപയുടെ പ്രവർത്തന മൂലധനവുമായിട്ടായിരുന്നു തുടക്കം. പ്രവർത്തനം 43 വർഷം പിന്നിട്ട KSFEക്ക് സംസ്ഥാനത്ത് 430 ശാഖകളും 7 മേഖലാ ഓഫീസുകളും നിലവിലുണ്ട്. ഇപ്പോൾ 5000-ൽ-അധികം ജീവനക്കാരും 27 ലക്ഷത്തോളം ഇടപാടുകാരും KSFEയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനത്തെ സാമ്പത്തിക ചരിത്രത്തിൽ KSFE വഹിച്ച പങ്ക് വളരെ വലുതാണ്. മലയാളികൾക്ക് പണ്ട് മുതൽ പരിചയമുള്ള ഒന്നാണ് ചിട്ടി സമ്പ്രദായം. മറ്റ് സാമ്പത്തിക വ്യവസ്ഥകൾ ഇല്ലാത്തതിനാൽ ചിട്ടി സമ്പ്രദായം ജനകീയമായി. എന്നാൽ ജനകീയമായ ചിട്ടിയെ ആധുനികവൽക്കരിച്ചത് KSFEയാണ്. നിരവധി മൂല്യവർധന പദ്ധതികളുമായും ഇടപാടുകാരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചും ആകർഷകമാക്കിയാണ് ചിട്ടിയെ KSFE ജനകീയമാക്കിയത്. മറ്റു സാമ്പത്തിക ഇടപാടുകളും KSFE കാലാകാലങ്ങളിൽ ആവിഷ്കരിച്ചു വരികയാണ്. സ്വർണ്ണപ്പണയ വായ്പ, കൺസ്യൂമർ വെഹിക്കിൾ ലോൺ, റിലയബിൾ കസ്റ്റമർ ലോൺ, ഭവന വായ്പ തുടങ്ങിയ ബാങ്കിംഗ് മേഖല വാഗ്ദാനം ചെയ്യുന്ന എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുകയാണ് ഇപ്പോൾ KSFE. പ്രവർത്തനം 44ാം വർഷത്തിലേക്ക് കടന്ന KSFE കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. 43ാം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി KSFEയുടെ മുഴുവൻ ശാഖകളിലും ചൊവ്വാഴ്ച പ്രത്യേക പരിപാടികൾ നടന്നു. KSFEയുടെ വളർച്ചയ്ക്കും ഇടപാടുകാരുടെ സംതൃപ്തിക്കും വേണ്ടിയും സേവന തൽപരതയോടെ പ്രവർത്തിക്കുമെന്ന് സ്ഥാപക ദിനത്തിൽ ജീവനക്കാർ പ്രതിജ്ഞയെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് ഉപജില്ലാ സ്കൂൾ കായികമേള ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ MES ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കും. മേളയുടെ സുഗമമായ നടത്തിപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി
സംഘാടകർ മണ്ണാർക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അട്ടപ്പാടി ഉൾപ്പെടെ 150 വിദ്യാലയങ്ങളിൽ നിന്നായി 2000-ഓളം വിദ്യാർത്ഥികൾ 150 ഇനങ്ങളായി നടക്കുന്ന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കും. ഭക്ഷണം, ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. മേളയുടെ നടത്തിപ്പിനായി 11 കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ 9-ന് പതാക ഉയർത്തും. തുടർന്ന് മേള എൻ ശംസുദ്ദീൻ എം.എൽ.എ ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ റഫീഖ് ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ മണ്ണാർക്കാട് സബ് ഇൻസ്പെക്ടർ എ ദീപകുമാർ വിതരണം ചെയ്യുമെന്നും AO ഇ ദാമോദരൻ നമ്പീശൻ പറഞ്ഞു. ഏതാണ്ട് 150ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 2000-ഓളം കായിക പ്രതിഭകൾ തങ്ങളുടെ മാറ്റ് തെളിയിക്കുന്ന ഈ മേളയുടെ വിജയത്തിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 150ഓളം ഇനങ്ങളിലായി 2000-ൽ പരം വിദ്യാർത്ഥികൾ മത്സരിക്കുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വേദിയിൽ കിഡ്ഡീസ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നാട്ടുകൽ ഇമാം നഖ്വി ഇസ്ലാമിക് കോംപ്ലക്സിന്റെ പുതിയ കെട്ടിടം വ്യാഴാഴ്ച വൈകുന്നേരം 4-ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മണ്ണാർക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനം ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്യും. അഹമ്മദ് കബീർ ബാഖവി കാഞ്ഞാരിന്റെ പ്രഭാഷണമുണ്ടാവുമെന്നും സംഘാടകർ പറഞ്ഞു. പാലക്കാട് മലപ്പുറം ജില്ലകളുടെ ബോർഡറിലുള്ള നാട്ടുകൽ ഇമാം നഖ്വി ഇസ്ലാമിക് കോംപ്ലക്സിന്റെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സൗകര്യാർത്ഥം നിർമ്മിക്കപ്പെട്ട ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 8-ാം തീയതി വ്യാഴാഴ്ച 4 മണിക്ക് പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നതാണ്. അനാഥർക്കും അഗതികൾക്കും സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകി വരുന്ന സ്ഥാപനത്തിന്റെ മുൻ മാനേജർ KT അബ്ദുൾ റഹ്മാന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ മകൻ KT അബൂബക്കർ 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സെക്രട്ടറി CM അലി മൗലവി, പ്രിൻസിപ്പൽ അബൂബക്കർ, ഹബീബ് ഫൈസി, കബീർ അൻവരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെത്തല്ലൂർ പനംകുരിശി ഭഗവതി ക്ഷേത്രത്തിൽ ചൊവ്വായ അതിഗംഭീരമായി ആഘോഷിച്ചു. ചൊവ്വായയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പൊങ്കാലയും ഉണ്ടായിരുന്നു. ക്ഷേത്രം മേൽശാന്തി ഉണ്ണി എമ്പ്രാന്തിയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകൾ നടത്തിയത്. വിശേഷാൽ ദിനത്തോടനുബന്ധിച്ച് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സർക്കാർ ഉത്തരവുകൾ യഥാസമയം ലഭിക്കുന്നില്ല. ഗ്രാമപഞ്ചായത്ത് വികസന പദ്ധതി രൂപീകരണം വൈകുന്നു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇരട്ടശമ്പളം പറ്റിയെന്ന ആരോപണം. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ഡിവൈഎഫ്ഐ സമരം അനാവശ്യമെന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വൈദ്യുതോൽപാദനം കേരളം ഇനി ചിന്തിക്കേണ്ടെന്ന് CP മുഹമ്മദ് MLA. ശാസ്ത്രരംഗത്തും ഹരിതവാദത്തിന് പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി VN രാജശേഖരൻ. കരിമ്പുഴ പുഴയിലെ മുതലമൂർക്കൻ കടവിൽ പുനരാരംഭിച്ച തൂക്കുപാലത്തിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടു. പ്രവൃത്തി എന്ന് പൂർത്തിയാക്കുമെന്ന് അധികൃതർക്ക് അറിയില്ല. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിൽ 1.58 കോടി രൂപയുടെ വികസന പദ്ധതി. വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം വർദ്ധിപ്പിക്കണമെന്ന വാർഡംഗങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.